പത്രവും ഫോട്ടോയും. ആ പത്രക്കാരനെ വിളിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടുമായിരിക്കും അല്ലേ? ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല സാർ, സസ്പെൻഷൻ കിട്ടും. സാർ, ഈ ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് പത്രം വലിച്ചെറിയുന്ന പോലെ ഈ ഫോട്ടോ എത്ര വലിച്ചെറിഞ്ഞാലും ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, എന്തായാലും ഇത്ര ആൻസറിനോട് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കില്ല. ജെഫിനെ കാണാനില്ല എന്നുള്ള വിവരം രാവിലെ തന്നെ വീട്ടുകാർ അറിയാൻ വേണ്ടിയാണ് ഈ ഫോട്ടോ ഇവിടെ ഇട്ടേക്കുന്നത്. 6:45 വീട്ടിൽ പത്രം വരും സാർ. 7 മണിയാകുമ്പോൾ അതെടുക്കാൻ മമ്മി വരും. ഇതിൻ്റെ ഇടയിലുള്ള ആ ചെറിയ ഗ്യാപ്പ്, ഈ ഗ്യാപ്പിലാണ് ആരോ ഈ ഫോട്ടോ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരുന്നത്. ഓ, അപ്പോൾ രാത്രി പയ്യനെ ഇവിടെ തട്ടിക്കൊണ്ട് പോയി പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത് രാവിലെ ആകുമ്പോൾ പത്രം ഇടാൻ വരുമെന്ന് മനസ്സിലാക്കി ഫോട്ടോ ഇടുന്ന പ്ലേസ് ചെയ്തിരിക്കുകയാണല്ലേ? വിച്ച് മീൻസ് ചില്ലറ കഴപ്പൊന്നുമില്ല അവന്മാർക്ക് അല്ലേ? അല്ല അല്ലേ, ഫോട്ടോ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന പുറത്ത് വെച്ചിട്ടല്ല, പിന്നെ ഈ വീടിനകത്ത് വെച്ചിട്ടാണ്. യെസ്, ജെഫിൻ്റെ റൂമിൽ വെച്ച്. നട്ടപ്പുറ വെയിലത്തിരുന്ന് കേസ് അന്വേഷിക്കുന്ന അവരുടെ ആ ത്വര കണ്ടോ? നരമ്പതി ഇളകാതിരുന്നാൽ മതിയായിരുന്നു. സാർ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പാറ്റേൺസ് സാർ എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ പാറ്റേൺ ഞാൻ എവിടെയോ കണ്ടിട്ടില്ല സാർ. ജെഫിൻ്റെ ബെഡ്ഷീറ്റ് സ്ഥിരം ഉറങ്ങുന്ന സമയത്ത് തന്നെ ഉറങ്ങും. അതിലുണ്ടായിരുന്ന പാറ്റേൺസ് ആണ് ഇത്. അതെന്തൊരു പൊട്ടപ്ലാനാ? അങ്ങനെയാണെങ്കിൽ രാത്രി പയ്യനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ഫോട്ടോയുടെ പ്ലേസ് ആയിരുന്നല്ലോ. രാവിലെ പത്രത്തിനും ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ. പുറത്തു നിന്ന് ഒരാളല്ല ഈ ഫോട്ടോ അകത്തുകൊണ്ടിട്ടെങ്കിലോ? സാർ, ഈ വീടിൻ്റെ ഡോറുകളൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ അവരകത്ത് കയറിയത്? അതാ പയ്യൻ ജെഫിൻ പറഞ്ഞല്ലോ, അവൻ്റെ റൂമിൻ്റെ ഡോർ അവൻ ലോക്ക് ചെയ്യാറില്ലെന്ന്. പിന്നെ ടെറസിക്കുള്ള ഡോറാണെങ്കിൽ അത് അടയ്ക്കാറുണ്ടോ തുറക്കാറുണ്ടോ അതിനെ പറ്റി ഈ വീട്ടിലാർക്ക് യാതൊരു ധാരണയില്ല. ഇത്ര നാൾ വീട്ടിനകത്ത് കള്ളം കയറാൻ തന്നെ മഹാഭാഗ്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡോർ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈസി ആയിട്ട് ഏണി വെച്ച് കയറിയാൽ പോരെ? ഏണി വഴിയൊന്നും ആരും കയറിയിട്ടില്ല സാർ. പിന്നെ ഞാൻ ഏണി കൂടെ കയറുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. അതിലുണ്ടായിരുന്ന ഡസ്റ്റ്, മറല എല്ലാം സൂചിപ്പിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം ആ ഏണി കൂടെ കയറുന്നത് ഞാനാണ്. അത് മാത്രമല്ല, കയറി വന്നപ്പോൾ 4 ഓടാണ് പൊട്ടിയത്. 2 ഓടുന്നല്ലേ പറഞ്ഞ്? അത് വീട്ടുകാരിക്കുമ്പോൾ ഞാനൊന്ന് താത്തി പറഞ്ഞതാണ്. അപ്പം പിന്നെ അവരെങ്ങനെ അകത്ത് കയറി? മുൻവാതിൽ കൂടി. എടാ, ഇങ്ങോട്ട് വരലുണ്ട് എന്തുവാടാ പറഞ്ഞു? സാർ, ഇവിടെ ഇങ്ങനെ ഒരു കിഡ്നാപ്പിംഗ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇവർ ഈ പറഞ്ഞ സ്റ്റോറിയൊക്കെ റിയൽ ആണെങ്കിൽ ഈ വീടിനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന, ഈ വീട്ടുകാരും അവരുടെ ശീലങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് നമ്മുടെ സസ്പെക്ട്. താൻ പറഞ്ഞു വരുന്നത്? അതെ സാർ. ജെഫിനെ കാണാതായ ദിവസം രാത്രി ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരിലൊരാളാണ് മുന്നിലത്തെ വാതിൽ തുറന്നു കൊടുത്തത്. ദേ ആർ അവർ സസ്പെക്ട്സ്.